ഇന്നൊരു കഥയാണ് പറയുന്നത്. മൈക്രോവേവ് ഓവൻ ഉണ്ടായ കഥ. ഒരു അബദ്ധത്തിലാണ് യഥാർത്ഥത്തിൽ മൈക്രോവേവ് ഓവൻ കണ്ടുപിടിക്കപ്പെട്ടത്. അതെങ്ങനെയെന്നാണ് ഇന്ന് പറയുന്നത്. 1946 ഒരു അമേരിക്കൻ എഞ്ചിനീയറും ശാസ്ത്രജ്ഞനുമായ പെർസി സ്പെൻസർ ഒരു പ്രമുഖ ഇലക്ട്രോണിക്സ് കമ്പനിയായ റേത്തിയനിൽ ജോലി ചെയ്യുന്ന കാലം. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് റഡാർ സാങ്കേതിക വിദ്യയിൽ ഉപയോഗിച്ചിരുന്ന മൈക്രോവേവ് സൃഷ്ടിക്കുന്ന ഉപകരണമായ മാഗ്നട്രോൺ പരീക്ഷിക്കുകയായിരുന്നു സ്പെൻസർ. ഒരു ദിവസം മാഗ്നട്രോണിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ തന്റെ പോക്കറ്റിലെ ഒരു ചോക്ലേറ്റ് ബാർ ഉരുകുന്നത് സ്പെൻസർ ശ്രദ്ധിച്ചു. കൗതുകത്തോടെ പോപ്കോൺ കേണലും മുട്ടയും ഉൾപ്പെടെയുള്ള മറ്റു ഭക്ഷണ സാധനങ്ങൾ അദ്ദേഹം പരീക്ഷിച്ചു തുടങ്ങി. പരീക്ഷണങ്ങളെല്ലാം വിജയകരമായി മുന്നോട്ടു പോയി. കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താൻ സ്പെൻസറിലെ ശാസ്ത്രജ്ഞന് ത്വര വർദ്ധിച്ചു. അങ്ങനെ ആദ്യത്തെ മൈക്രോവേവ് ഓവൻ ഉണ്ടായ കഥയെപ്പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. സ്പെൻസറിന്റെ ഈ ജിജ്ഞാസ മൈക്രോവേവ് ഉൾക്കൊള്ളുന്നതിനായി പരിഷ്കരിച്ച മാഗ്നട്രോണും ഒരു മരപ്പെട്ടിയും ഉപയോഗിച്ച് ആദ്യത്തെ മൈക്രോവേവ് ഓവൻ സൃഷ്ടിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. ആദ്യത്തെ അടുപ്പിന് 5 അടി ഉയരവും 750 പൗണ്ടിലധികം ഭാരവും ഉണ്ടായിരുന്നു. സ്പെൻസർ തന്റെ കണ്ടുപിടുത്തം വിവിധ ഭക്ഷണങ്ങൾ ഉപയോഗിച്ച് പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഈ വസ്തുക്കളിൽ മൈക്രോവേവ് ഊർജത്തിന്റെ സ്വാധീനം നിരീക്ഷിച്ചു. അങ്ങനെ തന്റെ ഡിസൈൻ പരിഷ്കരിച്ച് അടുപ്പിന്റെ വലിപ്പവും ഭാരവും കുറച്ചു. സ്പെൻസറിന്റെ കണ്ടുപിടുത്തത്തിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് റേത്തിയോൺ കൂടുതൽ വികസനത്തിന് ധനസഹായം നൽകി. അങ്ങനെ 1949 ഒക്ടോബർ 8 കമ്പനി മൈക്രോവേവ് ഓവന്റെ പേറ്റന്റ് ഫയൽ ചെയ്തു. റഡാർ റേഞ്ച് എന്ന് വിളിക്കപ്പെടുന്ന ആദ്യത്തെ വാണിജ്യ മൈക്രോവേവ് ഓവൻ 1954 പുറത്തിറങ്ങി. ഇതിന് 5 അടിയിലധികം ഉയരവും 700 പൗണ്ടിലധികം ഭാരവും ഏകദേശം $5000 വിലയും ഉണ്ടായിരുന്നു. കാലക്രമേണ മൈക്രോവേവ് ഓവനുകൾ ചെറുതും താങ്ങാനാവുന്നതുമായ ലോകമെമ്പാടുമുള്ള അടുക്കളയിലെ പ്രധാന ഒരു ഉപകരണമായി മാറി. പെർസി സ്പെൻസറുടെ ആകസ്മികമായ കണ്ടെത്തൽ പാചകത്തിൽ വിപ്ലവം സൃഷ്ടിക്കുകയും ആളുകൾ ഭക്ഷണം തയ്യാറാക്കുന്ന രീതിയെ മാറ്റിമറിക്കുകയും ചെയ്തു. പെർസി സ്പെൻസറുടെ കഥ ജിജ്ഞാസയുടെയും പരീക്ഷണത്തിന്റെയും പുതുമയുടെയും ശക്തിയുടെയും തെളിവാണ്. അദ്ദേഹത്തിന്റെ ആകസ്മികമായ കണ്ടെത്തൽ ലോകത്തെ മാറ്റിമറിച്ചു. ഇനി പറയാനുള്ളത് മൈക്രോവേവ് ഓവൻ ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഓവനിൽ വെക്കുന്ന പാത്രങ്ങൾ ഒരു പരിധിക്കപ്പുറം ചൂടാവാത്തത് എന്ന് നമ്മളിൽ ചിലർക്കെങ്കിലുമുള്ള സംശയമാണ്. പലർക്കും അറിയാം ഇതിന്റെ ഉത്തരമെങ്കിലും അറിയാത്തവർക്കായി അതിനുള്ള ഉത്തരം ഇവിടെ പറയുകയാണ്. മൈക്രോവേവ് ഓവനുകൾ ഏകദേശം 2.45 GHz ആവൃത്തിയുള്ള മൈക്രോവേവ് എന്ന് വിളിക്കപ്പെടുന്ന അയോണൈസ്ഡ് ചെയ്യാത്ത റേഡിയേഷൻ ഉണ്ടാക്കുന്നു. മൈക്രോ തരംഗങ്ങൾ ഭക്ഷണത്തിലേക്ക് തുളച്ചു കയറുകയും ഭക്ഷണത്തിനുള്ളിലെ ചലനാത്മകമായ ജലതന്മാത്രകൾ മൈക്രോവേവിന്റെ അതേ ആവൃത്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുകയും ചെയ്യുന്നു. ജലതന്മാത്രകൾ കറങ്ങുമ്പോൾ അവ പരസ്പരം കൂട്ടിമുട്ടുകയും പാചകപാത്രത്തിന്റെ വശങ്ങളിലായി കൂട്ടിയിടിക്കുകയും ഘർഷണത്തിലൂടെ താപം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പാത്രങ്ങൾ ചൂടാകാത്തതെന്ന്. മിക്കവാറും മൈക്രോവേവ് ഓവനിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഗ്ലാസ്, സെറാമിക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കളാൽ നിർമ്മിച്ചതാണ്. അവയിൽ ജലതന്മാത്രകൾ അടങ്ങിയിട്ടില്ല. അതുതന്നെയാണ് ഇതിന്റെ ഉത്തരവും. ഇത്തരം പാത്രത്തിൽ ജലതന്മാത്രകൾ അടങ്ങിയിട്ടില്ലാത്തതിനാൽ മൈക്രോവേവ് പാത്രം ചൂടാകാൻ കാരണമാകില്ല. മൈക്രോവേവ് ആഗിരണം ചെയ്യപ്പെടുകയും താപമായി മാറുകയും ചെയ്യുന്നതിന് പകരം പാത്രത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് പ്രതിഫലിക്കുന്നു. എന്നാൽ ലോഹപാത്രങ്ങൾ, മെറ്റൽ ട്രിമുള്ള പാത്രങ്ങൾ എന്നിവയൊക്കെ മൈക്രോവേവിൽ ചൂടാക്കാറുണ്ട്. കാരണം ലോഹപാത്രങ്ങളിൽ ഇലക്ട്രോണുകൾ അടങ്ങിയിരിക്കുന്നു. ഇത് മൈക്രോവേവ് ഉത്തേജിപ്പിക്കുകയും ചൂട് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. മെറ്റൽ ട്രിം അല്ലെങ്കിൽ അലങ്കാരത്തിനുള്ള പാത്രങ്ങളൊക്കെ ലോഹത്തിന്റെ സാന്നിധ്യമുള്ളതിനാൽ ഇവയും മൈക്രോവേവിൽ ചൂടാവാറുണ്ട്. ചുരുക്കത്തിൽ മൈക്രോവേവ് ഓവനുകൾ ഭക്ഷണത്തിലെ ജലതന്മാത്രകളെ കറക്കുകയും ഘർഷണം വഴി താപം സൃഷ്ടിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഭക്ഷണം ചൂടാകുന്നത്. മിക്ക മൈക്രോവേവ് സേഫ് പാത്രങ്ങളിലും ജലതന്മാത്രകൾ അടങ്ങിയിട്ടില്ലാത്തതിനാൽ അവ ചൂടാകുന്നുമില്ല.